എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതു വത്സര ആശംസകൾ നേരുന്നു. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 5:29 മുതൽ 31 വരെ. എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വളരെ വ്യത്യസ്തമായ ഉപദേശങ്ങളാണ് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ നിന്നും നമ്മൾ അടർത്തിയെടുക്കുന്നത്. ഇവിടെ പറയുന്നത് വലത് കൈയോ കണ്ണോ ഇടർച്ച വരുത്തുന്ന പക്ഷം അത് വെട്ടി മാറ്റിക്കളക എന്നാണ്. ഇടർച്ച വരുത്തുന്ന അവയവം നാശയോഗ്യമായ വഴിയിലൂടെയാണ് നമ്മെ നയിക്കുന്നത്. കർത്താവ് പറയുന്ന അഗ്നി നരകത്തിൽ പോകാൻ ഇടയാകാതിരിക്കാൻ ഇത് അംഗച്ഛേദം ചെയ്യുക എന്നാണ്. എന്നാൽ അത് അതിൻ്റെ ആക്ഷരികമായിട്ടുള്ള ഒരു അർത്ഥം അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഒരു മനുഷ്യനും അവയവങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, തല പോലും കാണില്ല. കർത്താവ് അങ്ങനെ അതിനെ വെട്ടിമാറ്റാൻ എന്ന അർത്ഥത്തിൽ പറയുന്നതല്ല. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും നമ്മെ അകറ്റുന്ന ഏതൊന്നും നമ്മൾ ഉപേക്ഷിക്കുക. ദൈവിക നിലപാടുകളും ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങളും അല്ലെങ്കിൽ പ്രമാണങ്ങൾ, അതിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നതെല്ലാം ഉപേക്ഷിക്കാനുള്ള ശക്തമായ ആഹ്വാനമാണ് ഇതിൻ്റെ അർത്ഥം. ഒരു വിശ്വാസി ക്രിസ്തുവിനോടുകൂടെ പരിച്ഛേദന ഏറ്റിരിക്കുകയാണ്. അത് എപ്പോഴും ഓർക്കണം. അതായത് സ്വയപരിവർജനം എന്ന് പറയാം. റോമാലേഖനം 6-ാം അധ്യായത്തിലൊക്കെ പൗലോസ് അതിനെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കയ്യും കണ്ണും വരുത്തുന്ന ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടറിയണം, തിരുത്തണം എന്ന് കർത്താവ് പറഞ്ഞു. 31-ാം വാക്യത്തിൽ മോശ ഉപേക്ഷണം അനുവദിച്ചു എന്നാണ് പറയുന്നത്, സ്ത്രീയെ ഉപേക്ഷിക്കാനുള്ളത്. ചില പ്രത്യേക സാഹചര്യത്തിൽ മോശ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യത്തിൽ അത് നമുക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തത വരും. അവരുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് അത് അനുവദിച്ചതെന്ന് കർത്താവ് പറയുന്നു. ആദ്യം അത് അപ്രകാരമല്ലായിരുന്നു. ഉപേക്ഷണം എന്ന് പറയുന്നത് ദൈവം വെറുക്കുന്നതാണ്. അപ്പോൾ ഹൃദയകാഠിന്യമുള്ളവരോട് പ്രത്യേക സാഹചര്യത്തിൽ മോശ പറഞ്ഞ ചില കാര്യങ്ങളെ സൗകര്യപൂർവ്വം ഉപയോഗിക്കാനുള്ള ചില കുറുക്കു വഴികൾ ഈ പരീക്ഷ സദൂക്യ പക്ഷമൊക്കെ പിന്തുടർന്നു. അതിനെതിരെയാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹക്കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് ബൈബിൾ അനുശാസിക്കുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് നമ്മൾ വായിക്കുന്നു. ഈ മർമ്മം വലിയതാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. പൗലോസ് എഫെസ്യ ലേഖനത്തിൽ പറയുന്നതാണ് 5-ാം അധ്യായത്തിൽ. ഇത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൻ്റെ ഒരു ഉദ്ധരണിയാണ് എന്ന് നമുക്ക് തോന്നാം. എങ്കിലും ശ്രദ്ധിച്ചാൽ അല്പ വ്യത്യാസമുണ്ട്. എഫെസ്യ ലേഖനത്തിൽ ഒരു മനുഷ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തിയിൽ അങ്ങനെയല്ല. ഒരു മനുഷ്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർത്താവിനെയാണ്.
ആദാമിന് അപ്പനും അമ്മയുമില്ല. ലൂക്കോസ് 3 അധ്യായത്തിന്റെ 38 വാക്യത്തിന്റെ ആ ഒരു വെളിച്ചത്തിൽ ദൈവം ആദാമിന്റെ മകനെന്ന് പറയാം. എന്നാൽ ആദാമിന് അമ്മയില്ലല്ലോ. എന്നാൽ കർത്താവിന്റെ അപ്പൻ പിതാവും അമ്മ ഇസ്രായേലുമാണ്. അതിനാൽ കർത്താവ് സഭയോട് പറ്റിച്ചേരുന്നതിനെ ഇത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു. കർത്താവ് പറയുന്നു തന്റെ കാന്ത സഭയാണ്. ഭാര്യയെ ഉപേക്ഷിക്കരുതെന്ന് കൽപ്പിച്ച കർത്താവ് തന്റെ കാന്തയായ വിശുദ്ധ സഭയെ തള്ളിക്കളയുമെന്ന് ചിന്തിക്കാൻ നമുക്കാവില്ല. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് തന്റെ രക്ഷയുടെ ഭദ്രത ഈ ഉപദേശത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ആത്മീകമായിട്ടുള്ള ബന്ധം കർത്താവിനോട് ചേർന്ന്, പ്രമാണങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ്. അതിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന യാതൊന്നും പാടില്ല. മറ്റൊന്ന് സദാചാരപരമായി, കുടുംബപരമായി ദൈവം ആഗ്രഹിക്കത്തക്ക വിധത്തിൽ നമ്മളതിനെ പരിപാലിക്കണമെന്നും കർത്താവ് പറയുന്നു. എല്ലാം ക്രിസ്തീയ പ്രമാണപ്രകാരമായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രതിജ്ഞാബദ്ധമായി പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും നമുക്ക് പാടില്ലാത്തത് ഉപേക്ഷിക്കാൻ കഴിയുന്നതൊക്കെ ഉപേക്ഷിക്കാനുമൊക്കെ ദൈവം ബലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ പുതുവർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവെ, പുതിയ പ്രഭാതം ഞങ്ങൾക്ക് നൽകിയല്ലോ. ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൻ്റെ പ്രഭാതം കാണാനുള്ള ഭാഗ്യം നൽകിയ ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞൊരു വർഷം ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കുന്നു, നടത്തിയ വിധങ്ങളെ ഓർക്കുന്നു. നന്ദിയോടെ തിരുമുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പുതുവർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ വർഷമാക്കണമേ. പരിമിതികളും വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ ഒരു നിറഞ്ഞ ലോകത്ത് കർത്താവെ അങ്ങയോടുള്ള ബന്ധത്തിൽ ധൈര്യമായി ജീവിപ്പാനുള്ള ബലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് യേശുമിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും അനുധാവനും നമ്മോടുകൂടി ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.